നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും നഗര ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സാൻഡ്ര സജീവ്. പ്രധാന വാർത്തയിലേക്ക്. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വായോധികൻ മരിച്ചു. ഡിസംബർ 25-ന് മദ്യലഹരിയിൽ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനം ഇടിച്ച വായോധികൻ മരിച്ച കേസിൽ സിദ്ധാർത്ഥിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമടക്കമുള്ള വകുപ്പുകളായിരിക്കും ചുമത്തുക. മരിച്ച തമിഴ്നാട് സ്വദേശി തങ്കരാജിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ലോട്ടറി തൊഴിലാളിയായ തങ്കരാജ് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. കഴിഞ്ഞ 24-ന് വൈകിട്ടായിരുന്നു അപകടം. നടൻ ഓടിച്ച കാറ് വിവിധ വാഹനങ്ങളിൽ ഇടിച്ച ശേഷം തങ്കരാജിനെ ഇടിക്കുകയായിരുന്നു. നാട്ടകം കോളേജ് കവലയിലായിരുന്നു അപകടം. മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് ചിങ്ങനം പോലീസ് കേസെടുത്തിരുന്നു. കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം നഷ്ടമായി കാൽനട യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാൽനട യാത്രക്കാരന് റോഡിൽ വീണു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിനിടെ ഇയാൾ ഇരുവരുമായി വാക്കുതർക്കത്തിലേക്ക് കയ്യേറ്റത്തിനും ഏർപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സംഘവുമായി വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടായി, നാട്ടുകാർ പറയുന്നു. തുടർന്ന് ചിങ്ങവനം പോലീസ് സംഘം ബലം പ്രയോഗിച്ചാണ് ഇയാളെ വാഹനത്തിൽ കയറ്റിയത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ഉസ്മാൻ ഖവാജ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു. സിഡ്നിയിൽ അവസാന പോരാട്ടം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ക്ലാസിക് ഇടങ്കയ്യൻ ബാറ്റർ ഉസ്മാൻ ഖവാജ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിനെതിരെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന 5ാം ഏഷ്യസ് ടെസ്റ്റോടെ താൻ പാഡടിക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ സഹതാരങ്ങളെ വിവരമറിയിച്ച ഖവാജ നന്ദിയോടെയും സംതൃപ്തിയോടെയുമാണ് പടിയിറങ്ങുന്നതെന്ന് വ്യക്തമാക്കി. തുടക്കവും ഒടുക്കവും ഒരേ മണ്ണിൽ. 2011-ന് തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിന് ടെസ്റ്റ് അരങ്ങേറിയത് സാക്ഷ്യം വഹിച്ച അതേ സിഡ്നി ഗ്രൗണ്ടിൽ തന്നെയാണ് ഖവാജ തന്റെ 88ാമത്തെ അവസാനത്തെയും ടെസ്റ്റ് കളിക്കുന്നതെന്ന് വിശേഷമുണ്ട് ഇതിന്. ബെർലിനിൽ വൻ തീപിടുത്തം. കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ തെലങ്കാന സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു. ജർമ്മനിയിലെ ബെർലിനിലുണ്ടായ കനത്ത തീപിടുത്തത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തെലങ്കാന സ്വദേശിയായ ഹൃതിക് റെഡ്ഡിയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. താമസ സ്ഥലത്ത് പടർന്ന തീയിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്ന പുകയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. കെട്ടിടത്തിൽ നിന്നും അതിവേഗം തീ പടർന്നതോടെ പുറത്തു കടക്കാൻ ഒറ്റ വഴിയില്ലാതെ വന്ന ഹൃതിക് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. താഴേക്ക് പതിച്ച ഹൃതിക്കിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി ജർമ്മനിയിലേക്ക് എത്തിയ ഹൃതിക്കിന്റെ മരണം പുതുവർഷ ദിനത്തിലാണ് സ്ഥിരീകരിച്ചത്. ഈ വാർത്തയുടെ ഞെട്ടലിനാണ് സഹപാഠികളും ബന്ധുക്കളും. തോളലുകളില്ലാത്ത ജീവിതം. സ്ട്രേഞ്ചർ തിങ്സ് താരത്തെ ബാധിച്ച രോഗത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകമെമ്പാടും തരംഗമായ നെറ്റ്ഫ്ലിക്സ് പരമ്പരയാണ് സ്ട്രേഞ്ചർ തിങ്സ്. വലിയൊരു കാത്തിരിപ്പിന് ശേഷം പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ആരാധകർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിലൊരാളാണ് ഗേറ്റൻ മെറ്റാറോസോ. ഇപ്പോഴിതാ താൻ ജനിച്ചതു മുതൽ നേരിട്ട സ്ലീഡിയോ കാർണിയൽ ഡിസ്പ്ലാസിയ എന്ന അപൂർവ ജനിതകാവസ്ഥയെക്കുറിച്ച് ഗേറ്റൻ തുറന്നു പറയുന്നത്. ജോൺസ് ഹോക്കിൻസ് മെഡിക്കൽ നൽകുന്ന വിവരമനുസരിച്ച് പല്ലുകൾ, കാലിലെ എല്ലുകൾ, കോളർ ബോണുകൾ, തലയോട്ടി, മുഖം, നട്ടെല്ല് എന്നിവയെ ബാധിക്കുന്ന അപൂർവ ജനിതകാവസ്ഥയാണിത്. ഈ അവസ്ഥയ്ക്കുള്ളിൽ ഉള്ളവർക്ക് എല്ലുകളുടെ രൂപീകരണത്തിൽ വ്യത്യാസമുണ്ടാകും. എല്ലുകൾക്ക് ബലക്കുറവും അനുഭവപ്പെടും. അല്ലെങ്കിൽ ചില എല്ലുകൾ പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകും. ക്ലീഡോ എന്നാൽ കോളർ ബോൺ എന്നും ക്രേനിയൽ എന്നാൽ തലയോട്ടി എന്നുമാണ് അർത്ഥം. അതിനാൽ തലയോട്ടി, കോളർ ബോൺ, പല്ലുകൾ എന്നിവയിലെ അസാധാരണത്വങ്ങളാണിവ. ഗേറ്റൻ മെറ്റാറോസോ ജനിച്ചത് കോളർ ബോൺ ഇല്ലാതെയാണ്. ഈ അവസ്ഥ അദ്ദേഹത്തിന്റെ ഉയരത്തെയും പല്ലുകളുടെ വളർച്ചയെയും ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ അഭിനയ ജീവിതത്തിന് ഇത് പ്രത്യേകതകൾ ഒരു മുൻതൂക്കം കൂടെയാണ് ഗേറ്റൻ കരുതുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് പരമ്പരയിൽ തന്റെ കഥാപാത്രത്തിന് ഇതേ രോഗാവസ്ഥയാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി നഗര ന്യൂസ് ചാനൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.